നമസ്കാരം സർ. ഈ സദാനന്ദന്റെ സിനിമ സമയം എന്ന് പറഞ്ഞ സിനിമ മിക്കുള്ളവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തുള്ളൊരു പ്രധാന പോർഷനാണ് ഈ ദിലീപ് ദൃഷ്ടിദോഷത്തിന് വേണ്ടി അല്പം കുരുമുളകും ഈ വറ്റൽ മുളകും കൊണ്ടുവന്ന് അടുപ്പിലിട്ട് കത്തിച്ച് വീട് മുഴുവൻ പുകയ്ക്കുന്ന ഒരവസ്ഥ. സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജറാണ്, സയൻറ്റിസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചൊരു ചോദ്യമാണ്, ഈ ഗ്യാസ് ഒക്കെ അല്ലെങ്കിൽ ഗ്യാസ് ഇങ്ങനെ വയറിൽ നിറഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഈ നാട്ടിൻ പുറത്തൊക്കെ കേട്ടിട്ടൊരു കാര്യമാണ് ഇത് ദൃഷ്ടിദോഷമാണ്. ഇങ്ങനെ കുറച്ച് ഉപ്പും കുരുമുളകും മുളകും ഒക്കെ കൂടി ഒന്ന് തീയിലിട്ട് പുകയ്ക്കുക, പുകയും അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ദൃഷ്ടിദോഷമാണ്. ഇത്തരത്തിൽ നമുക്ക് ശാരീരികമായി ഈ ഗ്യാസ് രൂപപ്പെടാനും വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാനും ദൃഷ്ടിദോഷം കൊണ്ട് സാധിക്കും. അതിന് ദൃഷ്ടിദോഷം എന്നൊക്കെ ഒരു പേര് വന്നതാണ്, കാലാന്തരത്തിൽ പേരിട്ടതാണ്. എന്നുവെച്ചാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അതിപ്പം പലരും പല രീതിയിലായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ടി വിയുടെ റിമോട്ട് അറിയാം. റിമോട്ട് വെച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തെ ടി വിയിൽ മാറ്റം ഉണ്ടാകുന്നു. അതായത് ഒരു റേസ് അവിടെ നിന്ന് പോകുന്നു, ടി വി ആ റേസിന് റിസീവ് ചെയ്യുന്നു, ടി വിക്കുള്ളിൽ മാറ്റം ഉണ്ടാകുന്നു. ശരിയാണല്ലോ. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബോഡിയാണ്, മനുഷ്യനാണ്, ബയോളജിക്കൽ ഒരു ഡിവൈസാണ്. നമ്മുടെ ഈ റിമോട്ട് എന്ന് പറയുന്നതും ഈ ടി വിയുടെ റിസീവർ എന്ന് പറയുന്നതും നമ്മുടെ കണ്ണും മുഖവും മൂക്കും വായും ചെവി എല്ലാം കൂടെയാണ്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഇപ്പം ആദ്യം ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒരു തേർഡ് പാർട്ടിയാണ്, വേറൊരാളാണ്, ഞാനത് ആഗ്രഹത്തോടു കൂടി നോക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അല്ലെങ്കിൽ ഒരു നമ്മുടെ തലച്ചോറിൽ നിന്ന് സിഗ്നൽസ് അങ്ങോട്ട് പോവുകയും അതിരുടെ ദേഹത്തേക്ക് വരികയും കണ്ണിലേക്ക് വരികയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ശല്യം ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് നമ്മളുടെ നെർവ്സ് വഴി ശരീരത്തിൽ പല പല മാറ്റങ്ങളുണ്ടാക്കാം. ചിലപ്പം ഗ്യാസായിട്ടാവാം, ചിലപ്പം തലവേദനയായിട്ടാവാം, ചിലപ്പോൾ ക്ഷീണമായിട്ടാവാം. അത് ചില കൊച്ചു പെൺകുട്ടികളൊക്കെ ഒരുങ്ങി നല്ല എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ക്ഷീണിച്ചിരിക്കും. ചില ആളുകൾ അതിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നിട്ട് അവർ ഇതുപോലെ ഇങ്ങനെ ഈ പുകയ്ക്കാന്നൊക്കെ പറയുന്നത് അതിനകത്ത് സയൻറ്റിഫിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് സയൻറ്റിഫിക് വേണേൽ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇതിനകത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഈ ഹീലിംഗ്, ഈ പറയുന്നത്, ഈ പുക ശരീരത്തോട് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു റൂട്ട് ക്ലിയർ ചെയ്യുന്ന ആവാം. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മാറ്റം, അതായത് ഒരാളിൽ നിന്ന് ഒരാളിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നോട്ടം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ശരീരത്തിന് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് ബാധിക്കും, അതറിയാം. അപ്പോൾ അത് മേ ബി ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴോ ആ സമയത്ത് മറ്റേ കണക്ഷൻ സംഭവിച്ച പോലെ ഓക്കെ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു വിശ്വാസം കൊണ്ട് അത് പിന്നീട് നമ്മുടെ ബോഡി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഈ മരുന്ന്, ഈ ചിലരെയൊക്കെ മരുന്ന് കൊടുത്തിട്ടും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ ബോഡിയിൽ, ഞാൻ മരിച്ചു അല്ലെങ്കിൽ എൻ്റെ ഇത് കഴിഞ്ഞു എന്നൊരു ആ ഒരു കാര്യം കൊണ്ട് ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത ഒരു കാര്യം. ചിലപ്പോൾ മനസ്സ് ഈ പൊട്ടിക്കുന്ന സമയത്ത് ഓക്കെ ഇനി എല്ലാം ശരിയായി, ഇനി എനിക്ക് കൊതിയില്ല, ദൃഷ്ടിദോഷമില്ല, അത്തരത്തിലുള്ള ഒരു വിശ്വാസം കൂടെ മനസ്സിൽ വരുന്നോണ്ടായിരിക്കും പെട്ടെന്ന് ചേഞ്ച് ആവുന്നത്. അതെ, എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ, അതായത് ഇപ്പം ഇനി എത്ര വർഷം കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അതിസങ്കീർണമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ, അത് നമ്മുടെ ബ്രെയിനിനാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം അതിസങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ വലുതാണ് നമ്മുടെ മനുഷ്യ മനസ്സെന്നാണ് എനിക്ക് പറയാൻ പറ്റും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പം അത്രമാത്രം അതിസങ്കീർണവുമാണ്, അത്രമാത്രം പവർഫുള്ളുമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനി എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ മൊത്തം പഠിച്ചു കഴിയുമെന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ യുക്തിവാദികൾ, ഈ എത്തിസ്റ്റ് എന്ന് പറയത്തില്ലേ, അവരെന്ന് പറയുന്നത് ഇതിനെ കണ്ണുമടച്ചില്ല എന്ന് പറയുകയാണ്. പക്ഷെ എന്നാൽ അതിനെ മനസ്സിലാക്കി അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. സത്യത്തിൽ ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ക്ഷീണമാണെന്ന് പറഞ്ഞു, സാറിന് പറഞ്ഞില്ലേ ഈ കുട്ടി ഇപ്പം ഇങ്ങനെ പുറത്തു പോയിട്ട് വന്ന് ക്ഷീണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പറയുന്നെങ്കിൽ വല്ല പ്രഷർ കുറഞ്ഞതായിരിക്കും, എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ ആയിരിക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ORS കുടിക്കുക അങ്ങനെ പറയും. ഇപ്പം എൻ്റെ മുന്നിലൊരാൾ ഇങ്ങനെ വയ്യ, ഫുഡ് കഴിക്കാൻ വയ്യ, ഗ്യാസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി സോഡ വാങ്ങി കൊടുക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത്, അല്ലാതെ നേരെ പോയി കുരുമുളക് അങ്ങനെ. അതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അതിൽ വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. അതെ, ഇവർക്ക് മരുന്നും ഇതെല്ലാം വാങ്ങി കൊടുത്തിട്ടും ഞാൻ മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
മാറ്റമൊന്നും ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ട്. ഇപ്പൊ ഭേദമുണ്ട്, ഇപ്പൊ അപ്പൊ അതിനകത്ത് ഏതാണ് സയൻസ്? അതെ. അല്ല, അപ്പൊ നമ്മൾ ചിന്തിക്കും, അപ്പൊ ഈ തലേദിവസം അതെന്തായാലും ഈ ഇങ്ങനെ ആ കുഞ്ഞിന് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിന് ഇതിനെപ്പറ്റി അറിയണമെന്നും തരംതിരിച്ചറിയാൻ അറിയില്ലല്ലോ. പക്ഷെ അവിടെ എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തൊരു സയൻസ് അവിടെ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഇതിനകത്തിലും ഒരു സയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ചിലതൊക്കെ ഔഷധങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഔഷധത്തിന് മാത്രമല്ല, അതിപ്പം ഈ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അത് പ്യുവർ സയൻസ് ആയിട്ട് മാറും. അത് പ്യുവർ സയൻസ് ഇപ്പോഴത്തെ സയൻസ് എന്ന് നമ്മൾ പറയും. ഞാൻ സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സയൻസ് പഠിച്ച ഒരു വ്യക്തിയാണ്, എൻ്റെ ഏരിയ സയൻസാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്കത് മനസ്സിലാവും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയും നമ്മൾ വർക്ക് ചെയ്യുന്ന സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഒരേപോലെ വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ചിന്തിക്കും, ഒരു ആസ്ട്രോളജർ ആയിട്ട് ചിന്തിക്കും. അല്ല, ഇപ്പം പറഞ്ഞ പോലെ ആദ്യം നമ്മൾ മെഡിസിൻ തന്നെ എടുക്കും, എന്നിട്ടേ മറ്റേ എടുക്കത്തുള്ളൂ. മെഡിസിൻ എടുത്തിട്ട് മാറിയില്ലെങ്കിൽ എടുത്താൽ മതി. അത് മനസ്സിലായി. ആദ്യമേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എന്നുവെച്ചാൽ ഇപ്പം ഒരു 10 പേര് അവിടെ നിൽപ്പുണ്ടെങ്കിൽ 9 പേർക്കും വിശ്വാസമുള്ളൊരു കാര്യം ആദ്യം ചെയ്യുക. അതിനുശേഷം മാറിയില്ലെങ്കിലാണ് 10ാമത്തെ ചെയ്യുന്നത്. പക്ഷെ 90% 10ാമത്തെ ചെയ്യുമ്പോഴേ മാറുന്നത്. ഈ പണ്ട് കാലത്തൊക്കെ അസുഖങ്ങൾക്കൊക്കെ ചികിത്സിക്കാതെ ആദ്യം ദൈവം മാറ്റിത്തരും എന്ന് പറഞ്ഞ് ചികിത്സിക്കാതെ ഇരിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ദേവി മാറ്റിത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്ന് പറയുന്നത് ഈ ആളിന്റെ വിശ്വാസം കൂടെയാണ്. അത് എന്തായാലും ഒരു കൊച്ചു കുട്ടിയെ പറ്റി പറയത്തില്ലല്ലോ, ഒരു മുതിർന്ന ഒരു പ്രായമുള്ള ആളിനെ പറ്റിയല്ല അങ്ങനെ പറയത്തുള്ളൂ. അത് അവരുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റം ഇല്ല, ആ ഒരു വിശ്വാസം ശരീരത്തിലെ ഞരമ്പുകളിലേക്കും അല്ലെങ്കിൽ ശരീര തലച്ചോറിലേക്കും പോയി ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോ റിക്കവർ ആകുമ്പോഴത്തേക്കാണ് ഇത് മാറുന്നത്. അപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ നാമം ജപിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നത്, അരമണിക്കൂർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാൾ നാമം ജപിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ബോഡി സിസ്റ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കാവുമ്പോഴത്തേക്ക് ഇത് മാറി. മനസ്സിലായി. അപ്പം മെഡിസിൻ കഴിക്കുന്നത് എന്തിനാണ്? മെഡിസിൻ കഴിക്കുമ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആക്കുന്നതാണ് ചെയ്യുന്നത്. നമ്മുടെ മെഡിസിനൊക്കെ ഏറ്റവും വലുതാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും, മെഡിസിൻ കഴിച്ചില്ലെങ്കിലും. പക്ഷെ മെഡിസിൻ കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളൊന്നും ചെയ്യാതെ സുഖമായിട്ടിരുന്ന് മാറാം. ഇപ്പം നടന്നു പോകുന്നതും കാറിൽ പോകുന്നതും പോലെ ഉള്ളത്. കാറിൽ പോകുന്നത് നമുക്ക് ശരീരം വേർക്കില്ല, നടന്നു പോകുന്ന ശരീരം വേർക്കും. എന്തായാലും ഇങ്ങനെ ഗ്യാസ് വഴി അറിയാൻ വേണം. കഷ്ടപ്പെടുന്ന ആൾക്കാർ ആദ്യം ഈ ഗുളിക ഇതൊക്കെ കഴിക്കുക. അതിനുശേഷം എന്തായാലും കൊതിയും ദൃഷ്ടിയൊന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഇത് ഇട്ടിട്ട് മാറുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള പേരുകൾ ഇട്ടതല്ലേ, നമ്മൾ മനുഷ്യർ തന്നെ ഇട്ടതല്ലേ, എല്ലാവരും ഇട്ടതല്ലേ, നമ്മളൊക്കെ തന്നെ ഇട്ടതല്ലേ ഇതല്ല. എന്തായാലും ഇങ്ങനത്തെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട രീതികൾ ആദ്യം സ്വീകരിച്ചതിന് ശേഷം വിശ്വാസങ്ങളെ പിന്തുടരുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടായി, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, വേറെ എന്തെങ്കിലും രോഗം കൊണ്ടുള്ള ആളാണ്, അവർക്ക് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അവര് ഈ മെഡിസിൻ ഒന്നും സ്വീകരിക്കാതെ ഇത് മാത്രം വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുതെന്നാ പറയുന്നത്.